ഇനിയിപ്പോൾ നമ്മൾ കടക്കുന്നത് നമ്മോടൊപ്പം ഗായകൻ സൂരജ് സന്തോഷ് ചേരുകയാണ്. ഇന്നിപ്പോൾ മീഡിയ വൺ ഈ ഒരു ദിവസം മുഴുവൻ ഇന്ന് ഉച്ചവരെയുള്ള രാവിലെ ആരംഭിച്ച 7 മണിക്ക് ആരംഭിച്ച ഈ ഒരു വർക്ക് തുടരുകയാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ സ്ക്രീനിൽ എത്തിച്ചുകൊണ്ട് വയനാടിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടാൻ ശ്രമിക്കുകയാണ്. സൂരജിനെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ വേദനകൾ തിരിച്ചറിഞ്ഞ് എപ്പോഴും ഇടപെടാനും പ്രതികരിക്കാനും ഒക്കെ സൂരജ് കൂടെ ഉണ്ടാകാറുണ്ട്. ഒരു ഗായകൻ എന്ന നിലയിൽ മാറി നിൽക്കുകയല്ല, കലാകാരൻ എന്ന നിലയിൽ എല്ലാവർക്കും ഇടയിൽ നിൽക്കുക എന്നതാണ് സൂരജ് എപ്പോഴും ചെയ്തിട്ടുള്ളത്. സൂരജിൻ്റെ മനസ്സിൽ ഈ വയനാട് ഉണ്ടാക്കിയ ഒരു 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 ചിത്രം എന്താണ്? നമ്മള് വളരെ അതിദാരുണമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ നിമിഷവും അറിയുന്ന വാർത്തകളും കാണുന്ന ചിത്രങ്ങളും ഒക്കെ തന്നെ ഹൃദയഭേദകമാണെന്ന് ഓരോ മലയാളിക്കും ഹൃദയഭേദമാണ്. അപ്പം 2-3 ഇത് ഉണ്ടായ ദിവസം മുതൽ ഈ നിമിഷം വരെയും ഇതിന്റെ ന്യൂസ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യാറുണ്ട്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ സർക്കിളിലും ഒക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. CMDMRFിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാലാവുന്ന വിധം. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഒരു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, വീണ്ടും നമ്മളൊരു ഇങ്ങനെ അതിദാരുണമായ ഒരു ദുരന്തത്തെ ഫേസ് ചെയ്തപ്പോഴത്തേക്കും എങ്ങനെയാണ് നമ്മുടെ കേരള ജനത, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുമിച്ച് നിന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഈ ദുരിതത്തെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ആ അതിജീവനത്തിന്റെ ഒരു ഘട്ടം കൂടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സോ അപ്പൊ അതിനെ അതിജീവിച്ചു എല്ലാവരും. പക്ഷെ ആ ഒരു ഒത്തൊരുമ ഇനി അങ്ങോട്ടും സാധിക്കട്ടെ എന്നൊരു ആഗ്രഹം കൂടി ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. യെസ്, നമ്മൾ ഇതിനെ അതിജീവിക്കും. നമ്മൾ ഇപ്പോ മിനിസ്റ്റർ രാജൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മൾ പുനരധിവാസത്തിന്റെ ഒരു പുതിയ കേരള മോഡൽ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്നും കൂടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സൂരജ്, ഇപ്പോൾ അല്പം മുമ്പ് ഹരിനാരായണൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഹരി പറയുകയായിരുന്നു പിന്നെ പലതരത്തിൽ പ്രവർത്തിക്കുക. ഇപ്പോൾ ഒരു വലിയ സ്റ്റേജ് ഷോ, ഗായകരുടെയും അഭിനേതാക്കളുടെയും ഒക്കെ സ്റ്റേജ് ഷോ പോലുള്ള ഒരു വലിയ സംഗതികൾ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം വയനാടിനെ സഹായിക്കാനുള്ള ഒരു ഫണ്ട് ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ പ്രധാനമാണ് ചെറിയ ഓരോ ഗായകരും ഇപ്പോൾ തെരുവിൽ നിന്ന് പാടി പിന്നെ അത് സംഭാവന ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരും നമ്മൾ പോകേണ്ടി വരുന്നത്. എത്ര കണ്ട് ജനകീയമാക്കാൻ കഴിയും അത്തരം പ്രവർത്തനങ്ങൾ? സൂരജിന്റെ മനസ്സിൽ എന്താണ്? നമ്മൾ പലരും വിചാരിക്കുന്നത് വലിയ തുകകൾ മാത്രമേ ഒരു കോൺട്രിബ്യൂഷനായി പരിഗണിക്കപ്പെടും എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടാവാം. അങ്ങനെയല്ല. നിങ്ങളുടെ കയ്യിലുള്ള എത്രയാണെങ്കിലും, 50 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും അത് 10 രൂപയാണെങ്കിലും ശരി, നമ്മുടെ നാടിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് നമ്മളിത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നൊരു ബോധം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. സോ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ഈ ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും സംഭവിക്കാവുന്ന ഒന്നാണ്. ഇന്നിപ്പോ അത് വയനാട് മുണ്ടക്കയിലാണെങ്കിൽ നാളെ അത് നമ്മളിരിക്കുന്ന സ്ഥലത്തും സംഭവിക്കാവുന്നുള്ളൂ. പ്രകൃതി ദുരന്തങ്ങളൊന്നും തന്നെ ഒരു പരിധിയിൽ കവിഞ്ഞൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലോടുകൂടി ജീവിക്കാനൊന്നും പറ്റില്ല. അപ്പോ നമ്മളെല്ലാവരും ഇതും നമ്മൾക്കും ഏത് നിമിഷം ഉണ്ടാകുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ നാട്ടിലെ മറ്റ് ആളുകൾ ഇത് അനുഭവിക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള അവരുടെ കൂടെ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ഒരു ബാധ്യതയും ഒരു നമുക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മളാൽ കഴിയുന്ന എല്ലാം തന്നെ നമ്മൾ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ ഈ പറഞ്ഞ പോലെ പല ആളുകളും തന്നെ ഈ സ്റ്റേജ് മ്യൂസിക്കൽ കോൺസേർട്സ് ആണെങ്കിലും അതൊക്കെ നടത്തിയിട്ട് ഫണ്ട് റേസ് ചെയ്ത് അതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പല മ്യൂസിഷ്യൻസിനെയും പല ഇൻഡിപെൻഡന്റ് മ്യൂസിഷ്യൻസിനുമാണ് ചെയ്യുന്നത് ഇതുവരെ കണ്ടിട്ടുള്ളത്. പലരും ഇത് ആവർത്തിക്കുന്നുണ്ട്. കാരണം ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം പല പുറം രാജ്യങ്ങളിലുള്ള പല റെസ്റ്റോറൻറ്റ്സും അവരിൽ മലയാളി മാനേജ് റെസ്റ്റോറൻറ്റ്സും അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു പെർസെന്റേജ്, ഈ ദിവസങ്ങളിൽ വിൽക്കുന്ന സാധനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു പകുതി ശതമാനമൊക്കെ ഈ ഫണ്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതായിട്ടും ഒക്കെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളാൽ കഴിയുന്ന എല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. പല തുള്ളി പെരുവെള്ളം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം നമ്മളാൽ കഴിയുന്ന നമ്മൾ ചെയ്യുക നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്.